ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് വളരെ ഈസിയായി നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ, അതായത് KCB ഇലക്ട്രിസിറ്റി ബിൽ എങ്ങനെ പേ ചെയ്യാം എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നേരെ വീഡിയോ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 4 അക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. നമുക്ക് മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇവിടെ റീചാർജ് ആൻഡ് പേ ബിൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ മൂന്നാമത് കാണാം. അവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കാണാം. അതിൽ നമ്മൾ ഏത് സംസ്ഥാനം, നമുക്ക് കേരളമായതുകൊണ്ട് കേരളം സെലക്ട് ചെയ്യാം. മറ്റേതെങ്കിലും സംസ്ഥാനമാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കേരള സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അതിന് തൊട്ട് താഴെ സെലക്ട് ബില്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് കാണാം കേരളത്തിലെ KCB എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിനുശേഷം കൺസ്യൂമർ നമ്പർ, നമ്മുടെ KCBയിലെ കൺസ്യൂമർ നമ്പർ, നമുക്ക് നമ്മുടെ KCB ബില്ലിൽ തന്നെ ഹാഷ്ടാഗോടുകൂടെ ഒരു നമ്പർ കാണാൻ സാധിക്കും. ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മീറ്ററിലും നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലോ നമ്മുടെ ഇമെയിലിലോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. നമുക്ക് KCBയുടെ ബില്ല് വന്നു കഴിയുമ്പോൾ അതിൽ നമ്മുടെ കൺസ്യൂമർ നമ്പർ ഉണ്ടാവും. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ KCB ബിൽ തന്നെ ഈ ഹാഷ്ടാഗോടുള്ള നമ്പർ കാണാൻ സാധിക്കും. അത് നമ്മളവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ ഒരു ആരോ ബട്ടൺ കാണും, പേ നൗ എന്ന് പറഞ്ഞിട്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ലോഡിങ് ആവാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക. വളരെ വേഗത്തിൽ തന്നെ വർക്കാവുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് കാണാം നമ്മുടെ ബിൽ എമൗണ്ട്, നമുക്ക് KCBയിൽ നിന്ന് കിട്ടിയ ബിൽ എമൗണ്ട് അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. നമ്മുടെ ബില്ല് കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെയുള്ള ആരോ ബട്ടണിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൺഫേം എന്ന് പറയുന്ന ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഫെഡ് മൊബൈലിൻ്റെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഫെഡ് മൊബൈൽ നമ്മൾ സാധാരണ ട്രാൻസാക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന പിൻ നമ്പർ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും. ആ 4 അക്ക പിൻ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് മൊബൈലിൽ ഫെഡറൽ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിൽ ഒരു മെസ്സേജ് അപ്പോൾ തന്നെ വരും, ഈ പൈസ ഡെബിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമുക്ക് കാണാം ബിൽ പേയ്മെൻറ്റ് സക്സസ്, നമ്മുടെ എമൗണ്ട് കാണാം. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇടത് സൈഡ് മുകളിൽ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഇതിൻ്റെ ബില്ല് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ബില്ലടച്ചതിൻ്റെ ഇത്രയേ ഉള്ളൂ. വളരെ വേഗത്തിൽ നമുക്ക് KCB ബില്ല് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പേ ചെയ്യാവുന്നതാണ്.